പുറത്ത് വന്നു കഴിഞ്ഞാൽ എവിടെയും പോകാനില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു എന്താ പറയേണ്ടത്, ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതാണ് ഏറ്റവും വലുത്, ഒരുപാട് ആരോപണങ്ങൾ. അതായത് ചങ്കുകളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടി രഞ്ജിതയെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ രഞ്ജിതേനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമൻറ്റിലൂടെ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. രഞ്ജിത എവിടെയാണ്, എന്താണ് രഞ്ജിതയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേരുടെ മെസ്സേജൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ രഞ്ജിത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, സ്വാമി നിത്യാനന്ദേൻ്റെ കൂടെയുള്ള ബെഡ്റൂം സീനൊക്കെ പുറത്തായിട്ട് ആകെ നാറി പുളിച്ച ഒരു രഞ്ജിതേൻ്റെ ഒരു അവസ്ഥയുണ്ടായിരുന്നു പണ്ട് കുറച്ചു കാലം മുമ്പ്. എന്തിനാണ് ഈ കുട്ടി ഇതിൻ്റെ അകത്ത് പോയി ചാടിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സ്വാമിയാണെങ്കിൽ ഭൂലോക ഉടായിപ്പാണ്. സ്വാമീൻ്റെ അന്നത്തെ കളിയൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ സ്വാമിക്കെതിരെയാണെങ്കിൽ ഒരുപാട് കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മര്യാദയ്ക്ക് സിനിമയിൽ അഭിനയിച്ച് എന്തോരം പണം സമ്പാദിച്ചൊരു കുട്ടിയാണ്. ഇന്ന് ഒന്നുമില്ലാതെ ഇന്നത്തെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പരിതാപകരമാണ്. ഒരു കാലത്ത് കന്നഡയിലും മലയാളത്തിലും തെലുങ്കിലും തമിഴിലും ഒക്കെ പാറിപ്പറന്ന് അഭിനയിച്ച ഒരു നടിയാണ് ഈ രഞ്ജിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ രഞ്ജിത ജനിച്ചത് 1975 ബാംഗ്ലൂരിലാണ്. സാമാന്യം ഭേദപ്പെട്ട കുടുംബത്തിലാണ്. പണത്തിന് വേണ്ടിയിട്ട് അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല കുടുംബസ്വത്തും കാര്യങ്ങളൊക്കെയുള്ള, എനിക്ക് തോന്നുന്നത് ഒരു ബ്രാഹ്മണൻ്റെ അങ്ങനെയുള്ള ഒരു കുടുംബമാണ് ഇവരുടേത്. അപ്പോൾ അതിനുശേഷം ഒരു 10-16 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ ഒരു സുന്ദരിയെ ഒരാൾ സിനിമാ നടിയാക്കുന്നത്. കന്നഡ സിനിമയിലാണ്, ചെറിയൊരു വേഷമാണ്. സിനിമ എന്താ പറയേണ്ടത്, അത്രത്തോളം അങ്ങോട്ട് ഓടിയില്ല. പക്ഷേ അതിനെക്കൊണ്ട് രഞ്ജിതയ്ക്ക് നല്ലൊരു ഗുണമുണ്ടായി എന്നുള്ളതാണ്. അതായത് തമിഴിലെ ലെജൻഡ് സംവിധായകൻ നമ്മുടെ ഭാരതി രാജ ഈ ഒരു സിനിമ കാണാനിടയായി. എങ്ങനെയോ ബാംഗ്ലൂരെങ്ങാറ്റം വന്നപ്പോൾ അദ്ദേഹം കണ്ടതാണ്. അപ്പോൾ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹായികളെ വിളിക്കുന്നു. ഈ കുട്ടി ഏതാണ്, എനിക്ക് ഇവരുടെ റിപ്പോർട്ട് ഇപ്പോൾ വേണം, ആരാണ് ഈ കുട്ടി എന്നൊക്കെ ചോദിച്ചു. ഭാരതി രാജ അങ്ങനെ ഒരാളെ പറ്റി ചോദിക്കണമെങ്കിൽ അദ്ദേഹത്തിന് അത്രയും ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം. അപ്പോൾ തന്നെ സഹായികളെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ബാംഗ്ലൂരിൽ തന്നെയുള്ള ഒരു കുട്ടിയാണ്, പേര് ശ്രീവള്ളി എന്നാണ് എന്നൊക്കെ പറഞ്ഞ് ഭാരതി രാജയ്ക്ക് വിവരം കൊടുക്കുന്നു. ഭാരതി രാജ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരോട് വന്ന് കാണാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അച്ഛനും അതുപോലെ തന്നെ രഞ്ജിതയും ഒക്കെ വന്ന് കണ്ടപ്പോൾ പറഞ്ഞു, ഇനി അടുത്ത സിനിമയിലെ നായിക ഈ കുട്ടിയാണ്, ശ്രീവള്ളി എന്ന് പറയുന്ന ഈ കുട്ടിയാണെന്ന് പറഞ്ഞു. അവർക്ക് വളരെയധികം സന്തോഷമായി. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഭാരതി രാജേൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് മദ്രാസിലേക്ക് പോവുകയാണ്. അങ്ങനെ മദ്രാസിൽ പോയി ഭാരതി രാജയുടെ 4 സിനിമകളിൽ തുടർച്ചയായിട്ട് നായികയായി എന്നുള്ളതാണ്. ഈ 4 സിനിമയും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഭാരതി രാജ ഇവർക്ക് രഞ്ജിത എന്ന് പറയുന്നൊരു പേര് കൊടുക്കുന്നത്. ശ്രീവള്ളി എന്നുള്ളൊരു പേര് മാറ്റിയിട്ട് രഞ്ജിതയാക്കിയത് ഭാരതി രാജയാണ്. പിന്നീട് തമിഴിലും തെലുങ്കിലും മലയാളത്തിലൊക്കെ എത്ര വേഷങ്ങളാണ് ഇവർ അഭിനയിച്ചത്. തച്ചോളി വർഗീസ് ചേകവരും, അതുപോലെ രക്തസാക്ഷികൾ സിന്താബ, കൈക്കൊടന്ന നിലാവ്, തട്ടകം, പിന്നെ സുരേഷ് ഗോപിൻ്റെ കൂടെ 3-4 സിനിമ, ജോണി വാക്കറിലെ ആ ഒരു ടീച്ചർ, ഇങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് സംവിധായകരും അതുപോലെ തന്നെ സൂപ്പർ താരങ്ങളുടെ കൂടെയും ഇവർക്ക് അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു നടിക്ക് പോലും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. ഇവർക്ക് കിട്ടിയ അത്രയും ചാൻസ് വേറൊരു നടിക്ക് കിട്ടിയിട്ടില്ല. എല്ലാ ഭാഷകളിലും സൂപ്പർ ഡ്യൂപ്പർ ഡയറക്ടർമാരും പിന്നെ അതുപോലെ നായകന്മാരുമാണ് ഇവർക്ക് ലഭിച്ചൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അന്നത്തെ കാലത്ത് വലിയൊരു അഹങ്കാരമൊന്നും ഇല്ലാത്തൊരു നടിയായിരുന്നു. അതുകൊണ്ടാണ് ഈ തട്ടകം പോലെയുള്ള ചെറിയ സിനിമകളിൽ വരെ ഇവർ അഭിനയിക്കാൻ റെഡിയായത് എന്നുള്ളതാണ്. അപ്പോൾ ഈ രഞ്ജിതയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ സമയം അവർ ഏത് വേഷവും നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവർ മാറുമെന്നുള്ളതാണ്. അതായത് ഒരു സിനിമയിൽ ഇപ്പോൾ ഗ്ലാതക തടമ്പായിട്ട് അഭിനയിക്കേണ്ട ഒരു വേഷമായിരിക്കും. ആ ഒരു വേഷം കഴിഞ്ഞ് അടുത്ത ഒരു സിനിമയിൽ ഒരു സ്കൂൾ ടീച്ചറായിരിക്കും. അപ്പോൾ ആ ഒരു വേഷത്തിലേക്ക് അങ്ങുള്ള ഒരു വേഷ പകർച്ചയുണ്ടല്ലോ, അതൊരു ഭയങ്കര കഴിവ് തന്നെയാണ്. പിന്നെ അവരുടെ ആ ഒരു മുഖശ്രീ ഉണ്ടല്ലോ, വലിയ കളറോ ഇല്ലെങ്കിൽ വലിയൊരു ഇതൊന്നുമില്ല. അതാണ് ഈ തമിഴന്മാർക്കും തെലുങ്കന്മാർക്കും മലയാളികൾക്കൊക്കെ ഇവരെ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ചോന്ന് വെളുത്തിരിക്കുന്ന അല്ലെങ്കിൽ നല്ല വെള്ളാരം കണ്ണുള്ള ഒരു സുന്ദരിയൊന്നുമല്ല. ഇത് സാധാരണ നാട്ടിൻപുറത്തുകാരിയായ ഒരു പെണ്ണ്, അത്രയേ ഉള്ളൂ.
അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരൊക്കെ ഇവളുടെ മനസ്സിൽ കൊണ്ട് നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെറുപ്പക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ആരാധനയായിരുന്നു. എല്ലാവരും നെഞ്ചിൽ കുത്തിവെച്ചിരിക്കുകയായിരുന്നു അന്ന് രഞ്ജിതയെ. അത്രത്തോളം ഗ്ലാമർ വേഷങ്ങളാണെങ്കിലോ ഭയങ്കര ഗ്ലാമറായിട്ടാണ് ചില സിനിമകളിലൊക്കെ. അതായത് പിന്നെ എന്താ പറയണ്ടേ, മലയാളത്തിൽ തന്നെ ഒരുപാട് സിനിമകളിലുണ്ട് ഗ്ലാമർ വേഷങ്ങളിലിട്ടിട്ട്. വേറെ പ്രശ്നമൊന്നുമില്ല അവർക്ക്. അങ്ങനെയുള്ള എന്താ പറയേണ്ടത്, അയ്യോ ഞാൻ ഈ ഡ്രസ്സ് ധരിക്കില്ല, ഇതൊന്നും ധരിച്ച് എനിക്ക് അഭിനയിക്കാൻ കഴിയില്ല, അങ്ങനെയൊന്നും പറയുന്ന പരിപാടിയൊന്നുമില്ല. എന്താണ് സംവിധായകൻ ആവശ്യപ്പെടുന്നത് അതവർ ചെയ്തിരിക്കും എന്നുള്ളതാണ്. അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് അവർ ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ആരാധനയായിരുന്നു ഇവരോട്. അങ്ങനെ ഈ ചെറുപ്പക്കാരൊക്കെ നല്ല ആരാധനയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രാകേഷ് മേനോൻ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരൻ, അതായത് ഒരു മേജർ, ഇവരെ കല്യാണം കഴിക്കാൻ വരുന്നത് 1999. എല്ലാവർക്കും വളരെയധികം വിഷമമായി. മലയാളികൾക്ക് പിന്നെ ഒരു സമാധാനമുണ്ടായിരുന്നു. മലയാളിയാണല്ലോ കെട്ടുന്നത്, അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ള തരത്തിലായിരുന്നു. പക്ഷെ തെലുങ്കന്മാർക്കും കന്നഡക്കാർക്കും അതുപോലെ തമിഴന്മാർക്കൊക്കെ വലിയ വിഷമം തന്നെയായിരുന്നു. കാരണം ഈ രാകേഷ് മേനോനോട് അസൂയായിരുന്നു. എല്ലാവരും മോഹിച്ച ആ സുന്ദരിയെ സ്വന്തമാക്കുന്നത് കൊണ്ട്. എന്തൊക്കെയായാലും ഈ ജനങ്ങളുടെ പ്രാക്കാണോ പ്രാർത്ഥനയാണോ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു കണ്ണുകടിയാണോ എന്നറിയില്ല, 2 വർഷത്തിനുള്ളിൽ ആ ബന്ധം അങ്ങടങ്ങ് മൂക്കുകുത്തി അങ്ങ് വീണു എന്നുള്ളതാണ്. രാകേഷ് മേനോൻ രക്ഷപ്പെട്ടു. അതായത് 2001 കൂടിയിട്ട് രാകേഷ് മേനോൻ ബൈ പറഞ്ഞിട്ട് അങ്ങ് പോയി. അടുത്ത് ഡിവോഴ്സ് എന്ന് പറയുന്ന പേരിൽ. നമുക്കറിയാലോ ഈ സിനിമാ നടിമാരിൽ അങ്ങനെയാണല്ലോ. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കെട്ടും 2 കെട്ടും ചിലപ്പോൾ 3 റെഡിയാവും. ഈ തമിഴിലും കന്നഡയിലൊക്കെ എന്ന് പറഞ്ഞാൽ 2ഉം 3ഉം കെട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇതൊന്നുമല്ല. അവർക്കൊരു ഷർട്ട് മാറ്റുന്നത് പോലെയാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് രഞ്ജിത വീണ്ടും സിനിമയിലൊക്കെ വരാൻ തുടങ്ങി, ടെലിവിഷൻ പ്രോഗ്രാമുകളിലൊക്കെ വരാൻ തുടങ്ങി, സജീവമാകാൻ തുടങ്ങി. അതിലൊന്നും വലിയൊരു ശോഭ പിന്നീട് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. അതായത് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു വലിയൊരു വേഷമോ അല്ലെങ്കിൽ ഒരു വലിയൊരു വിജയമോ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഒരു ഏകദേശം ഒരു 10-11 വർഷം മുന്നെയാണ് ഈ ഒരു സംഭവം വരുന്നത്. ഈ നിത്യാനന്ദേൻ്റെ കൂടെയുള്ള ഈ ബെഡ്റൂം ദൃശ്യം എല്ലാവരും ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ നടി എന്തിനാണ് ഇങ്ങനെ പോയി ചാടിയതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അവർക്ക് സാമ്പത്തികപരമായിട്ട് പ്രശ്നമില്ല, മറ്റൊന്നില്ല, എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ അഴുക്കുചാലിലേക്ക് പോയി ചാടിയതെന്ന് ആർക്കും പിടികിട്ടുന്നില്ല. എന്തൊക്കെയായാലും ആ ഒരു സംഭവത്തോട് കൂടിയിട്ട് ഈ നടിയെ എല്ലാവരും വെറുത്തു എന്നുള്ളതാണ്. ഇന്നിപ്പോഴേ ശരിക്കും ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിഷമഘട്ടത്തിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് പുറത്ത് വന്നു കഴിഞ്ഞാൽ എവിടെയും പോകാനില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു എന്താ പറയേണ്ടത്, ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതാണ് ഏറ്റവും വലുത്, ഒരുപാട് ആരോപണങ്ങൾ. അതായത് ഈ സ്വാമിയുടെ തന്നെ ഒരു ശിഷ്യ പുറത്തു വന്നിട്ട് എന്തൊക്കെയോ ഗുരുതരമായ ആരോപണങ്ങൾ ഈ രഞ്ജിതയ്ക്കെതിരെ വരെ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അവിടെ ഈ ആശ്രമത്തിലെ പല സംഭവങ്ങൾക്കും കൂട്ടുനിൽക്കുന്നത് വരെ രഞ്ജിതയാണ് എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചത് എന്നുള്ളതാണ്. ഏതായാലും എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, അഭിനയിച്ചിട്ട് നല്ല രീതിയിൽ സമ്പാദിച്ച ടീമുകളാണ്. തെലുങ്കിലും മലയാളത്തിലും കന്നഡയിലൊക്കെ അഭിനയിച്ചിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടും എന്തിനാണ് ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതാണ് ഇപ്പോഴും എൻ്റെ ഒരു സംശയം. അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഈ രഞ്ജിത എന്ന് പറയുന്ന ഒരു നടി അവരുടെ ജീവിതം കൊണ്ടുപോയിട്ട് ഒരു എന്താ പറയേണ്ടത് കളഞ്ഞു കുളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. മിക്ക നടിമാരും ഇത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ടാണ് പറയുന്നത് ഒരു പ്രായം കഴിഞ്ഞാൽ അച്ഛനും അമ്മമാർ ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചിട്ട് പെട്ടെന്ന് അത് കഴിഞ്ഞ് ഒരു 2-3 കുട്ടികളായിട്ട് അങ്ങനെ ഇരിക്കട്ടെ. പിന്നീട് എന്തിനാണ് ഈ പണം 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 എന്ന് വിചാരിച്ചിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ച് 2 സിനിമയായി, പിന്നെ അങ്ങനെ 100 സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞാലും ചില ആൾക്കാരുടെ ആർത്തി തീരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ആറഞ്ചം പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.